ബീഹാറിൽ ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അത് കേരളത്തെ ബാധിക്കുമോ? കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത മാസം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നു. ബി.ജെ.പി ശക്തമായ രീതിയിൽ തിരുവനന്തപുരം തൃശ്ശൂറും കോർപ്പറേഷൻ പിടിക്കാനായി രംഗത്തുണ്ട്. അപ്പോൾ ബീഹാറിലെ വിജയം എങ്ങനെയായിരിക്കും കേരളത്തെ സ്വാധീനിക്കുക? കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളം അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. LDF സർക്കാരിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ അതിർത്തിയുണ്ട്. ആ അതിർത്തി സ്വാഭാവികമായിട്ടും BJPക്ക് അനുകൂലമാക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മാറാത്തത് ഇനി മാറും എന്നുള്ള ക്യാമ്പയിൻ ടാഗോട് കൂടിയാണ് BJP രംഗത്തിറങ്ങിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, CPM നിലവിൽ അവരേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നേരത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരുന്ന മേയർമാരോ ചെയർപേഴ്സൺമാരോ വരുത്തി ചില അഴിമതി കാരണം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം തിരുവനന്തപുരം നഗരസഭയിൽ സിറ്റി മേയർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ധാരാളം അവാർഡുകൾ അമേരിക്കയിൽ നിന്നും ജർമ്മനിയും ജപ്പാനിൽ നിന്നൊക്കെ ഒരുപാട് അവാർഡ് വാങ്ങിച്ച ആളാണ്. ന്യൂയോർക്ക് മേയർക്ക് സമമാണ്. അവരെ ഇനി ഉന്നത പദവിയിൽ എത്തിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതെ, ഉന്നത പദവി അതെന്നറിയോ, നിയമ സീറ്റിലേക്ക് നോക്കി വെച്ചിരിക്കുകയാണ്. കാരണം ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സംഭവമുണ്ട്. അതുകൊണ്ട് നിയമ സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആയിരിക്കാം. പക്ഷേ അതായിക്കോട്ടെ, എന്നിരുന്നാലും ചെറിയ പ്രായത്തിൽ അന്നത്തെ ക്യാമ്പയിനൊക്കെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഈ ചെറുപ്പക്കാരിയാണ്, പിന്നെ വികസനം കൊണ്ടുവരാൻ ചെറുപ്പക്കാരൻ ഏറ്റവും പറ്റിയതെന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണം അടിച്ച പാർട്ടിക്കാർ ഈ സ്ത്രീ അധികാരത്തിൽ കയറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അഴിമതിയുടെ പരമ്പര ആരംഭിച്ചു. സഹായിക്കാനായിട്ട് പുള്ളിയുടെ കൂടെ നിന്ന ഡെപ്യൂട്ടി മേയറുള്ള രാജു, രണ്ടുപേർക്കും ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് സീറ്റ് ഡ്രൈവിങ്, ഈ ചെറുപ്പക്കാരൊക്കെ ബാക്ക് സീറ്റ് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ ഇറക്കിയിട്ടുണ്ട്. മേയർ ചെറുപ്പക്കാരിയാണെന്നുള്ള ടാഗ്ലൈനെ കൊടുത്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഒരു സിറ്റിംഗ് മേയറെ മത്സരത്തിറക്കാൻ കഴിയാത്ത അത്ര നാറി നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ LDFൻ്റെ മുന്നണി. ഇത് വലിയ പ്രചരണമായതൊക്കെയാണ് കോൺഗ്രസും BJP. കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ ഇവർക്ക് നാമമാത്രമായ സീറ്റ് നിലവിലുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷ അവർക്കില്ല. ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്നത് BJP ആണ്. കാര്യം അവർ നിലവിൽ പ്രതിപക്ഷ കക്ഷിയാണ്. അപ്പോൾ എന്താണ്, ഈ അധ്യക്ഷൻ പുതിയ ആൾ വന്നിട്ടുണ്ട്, അവർക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് ഇവിടെ തന്നെ. പ്ലസ് ഈ ബീഹാറിലുള്ള BJPക്ക് അനുകൂലമായ അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ ഒരു നീക്കവും നഗരപ്രദേശത്തെ ജനങ്ങളുടെ വോട്ടിങ്ങിന് അത് ബാധിക്കും, അത് അനുകൂലമായി ബാധിക്കും എന്നാണ് സ്വാഭാവികമായി നമ്മൾ കരുതേണ്ടത്. മറ്റൊന്ന് തൃശ്ശൂർ നഗരസഭ. തൃശ്ശൂർ നഗരസഭ സിറ്റി മേയർ മത്സരിക്കുന്നില്ല, MK വർഗീസ്. അദ്ദേഹത്തെ പാർട്ടി വേണ്ടെന്ന് വെച്ചാൽ പുള്ളി മത്സരിക്കുന്നില്ല അങ്ങ് തീരുമാനിച്ചു. ചിലപ്പോൾ വേറെ ഡീലിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. അവിടുത്തെ ഒരു കൗൺസിലർ, LDFൻ്റെ കൗൺസിലർ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയും BJPക്ക് കൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 20% വോട്ട്, ഒരു MP, പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനം, അങ്ങനെയുള്ള ഒരു പാർട്ടി. അന്ന് മോദി തരംഗമുണ്ടായിരുന്നു. നാം ആ മോദി തരംഗം ഇപ്പോൾ ബീഹാറിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു, ഡൽഹിയിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും അന്ന് 2024 സംഭവിച്ച ആ മോദി തരംഗം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഉണ്ടാകുമോ? സ്വാഭാവികം. ഇപ്പോൾ ബീഹാർ സംഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുക. അതിൽ വലിയ വ്യത്യാസമൊന്നും വരാനില്ല. കാരണം ജനം ഇത് നിരീക്ഷിക്കുകയാണല്ലോ. ഒരു കക്ഷിയെ നിരന്തരമായിട്ട് ഇന്ത്യയിലെ മറ്റ് ഭാഗത്തുള്ള ജനങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നു. നമ്മളെന്തിനു മാറി നിൽക്കണം എന്ന് മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 20% വന്നത്. ഒരു ലോക്സഭാ സീറ്റിലേക്ക് ജയിപ്പിച്ചു വിടാൻ അവർ ശ്രമിച്ചത് അതുകൊണ്ടാണ്. ഇത് വലിയ BJPക്ക് വലിയ അടിത്തറയുള്ള സ്ഥലമൊന്നുമില്ല തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അവർക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടാൻ കഴിഞ്ഞു, അത് വൻ ഭൂരിപക്ഷത്തിൽ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ജയിച്ചു കഴിഞ്ഞാൽ മറ്റ് കക്ഷികളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ 1000-5000 വോട്ടിന് ജയിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ 70,000-ന് മേലെ വോട്ടിന് അദ്ദേഹം ജയിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ജനപിന്തുണ ആ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനമായിരുന്നു. അല്ല, 1ാം സ്ഥാനമായിരുന്നു. 11 നിയമസഭ 1ാം സ്ഥാനമായിരുന്നു. പിന്നെ 9-10 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും. അപ്പോൾ ഏതാണ്ട് ഒരു 25-30 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലെ BJP നേതൃത്വത്തിലുണ്ടായിട്ടുള്ള മാറ്റം, രാജീവ് ചന്ദ്രശേഖർ വരുന്നു, അവരുടെ ഓർഗനൈസേഷൻ സെറ്റപ്പ് മാറ്റുന്നു, പ്രവർത്തന ശൈലി മാറ്റുന്നു, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്യുന്നു, ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഓർഗനൈസേഷനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രവർത്തകരുടെ ഒരു ഊർജ്ജം വരികയും വലിയ തോതിൽ അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ബീഹാറിൽ ഉണ്ടാകുന്ന ഇലക്ഷൻ്റെ ഫലവും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിചാരിക്കും ഈ പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കുക, അവർ ഭരിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ധാരാളം തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP ഭരണത്തിൽ വരുന്ന സാഹചര്യം ആണ് ബീഹാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അവസാനം നാം ഒരു 3-4 മാസം പരിശോധിച്ചാൽ നരേന്ദ്രമോദി കേരളത്തിലെത്തി, അമിത്ഷാ കേരളത്തിലെത്തി, ദേശീയ പ്രസിഡന്റ് നഡ്ഡ കേരളത്തിലെത്തി. അപ്പോൾ വീണ്ടും ഈ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അവർ വരില്ല. കാരണം ദേശീയ നേതാക്കൾ അത്തരം ചെറിയ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാറില്ല. അല്ല, പക്ഷെ അവർ എല്ലാ മാസവും എത്തുന്നുണ്ട്. ഉണ്ട്. കഴിഞ്ഞ മുൻപ് മാസം അമിത്ഷാ ആയിരുന്നു, അതിന് അടുത്ത മാസം വീണ്ടും തുടർച്ചയായ 2 മാസവും അമിത്ഷാ നഡ്ഡ വന്നു. അല്ല, അതാണ് ഞാൻ അത് സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. സ്വാഭാവികമായിട്ട് സംഘടനായ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുക? ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തീരുമാനങ്ങളോ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. ആ ഒരു ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹവും ഡൽഹിയിൽ പോയി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീഫ് ചെയ്യുന്നുണ്ട്, ഇവരെയൊക്കെ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനൊരു പദ്ധതി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര നേതൃത്വം കൃത്യമായി തന്നെ കേരളത്തെ വിലയിരുത്തുന്നുണ്ട്. വിലയിരുത്താനുള്ള കാരണം നേരത്തെ പറഞ്ഞ 20% വർധനയാണ്. ഒരു MP കിട്ടി. അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ എന്താണ്, പിന്നെ ഭരണത്തിനടുത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ബോധ്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടായി. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ നേതാക്കളെ നിരന്തരം ബന്ധപ്പെടും. മാത്രമല്ല സുരേഷ് ഗോപിയിലെ ജോർജ് ഗുരു എന്നൊരു മന്ത്രിയും കൂടി ഉണ്ട് BJP. അദ്ദേഹം എത്രയോ കാലമായിട്ട് പിന്നെ BJPയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു സ്ഥാനവും ഇല്ലാതെ എന്താണ് അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇൻപുട്ട് ദേശത്തിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നത്. ആ നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് BJPയിൽ ഭിന്നസ്വരമില്ലാതെ പോയത്. നമുക്കറിയാമല്ലോ, 14 ജില്ലകളെ അവർ 30 ജില്ലയാക്കി മാറ്റി. ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടി. പല സ്ഥലത്തും പഴയ ആളുകളൊക്കെ മാറ്റി. ഇവിടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ, BJPയിൽ കലാപം, സീറ്റിനെ ചൊല്ലി സീറ്റ് പിന്നെ പ്രഖ്യാപിക്കുന്നതിന് വൈകിയപ്പോൾ അവർ പറഞ്ഞു അത് അതിനകത്ത് കലാപമാണെന്ന് പറഞ്ഞു. ഇനി കലാപം നടത്തുന്നവർക്ക് BJPയിൽ സ്ഥാനം ഉണ്ടാവില്ല. പഴയ BJP അല്ല. കാര്യം നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വം വളരെ സജീവമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ വിട്ടുപോകുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കുറച്ച് കർക്കശമായ നിലപാടാണ്. ആ നിലപാട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, ജനങ്ങൾ അവർ വിശ്വസിക്കും. ജനങ്ങൾ വിശ്വസിച്ചാൽ വോട്ടും കിട്ടും, ഭരണത്തിന് വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അത് പറഞ്ഞതുപോലെ മോദി തരംഗം പോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ BJPയോട് അടുക്കുന്നുണ്ടല്ലോ. ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സംശയാസ്പദമായ ഒരു വസ്തുതയാണ്. അല്ല, ക്രൈസ്തവ ന്യൂനപക്ഷം ക്രൈസ്തവ ന്യൂനപക്ഷം പിന്നെ ചെറിയ തോതിൽ BJPയുടെ അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വിഘാതം സൃഷ്ടിക്കുന്നത് ഈ വികാരിമാരാണ്, ബിഷപ്പുമാർ. അവർക്ക് വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിനിടയ്ക്കിരുന്ന് കളിയും. സാധാരണക്കാരായിട്ടുള്ള പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ വികസനമാണ് അവർക്ക് ആവശ്യം. അവർക്ക് ഈ മതമോ ജാതിയോ പറഞ്ഞ് കളിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അവർ കുറച്ചുകൂടി മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ പൊതുവെ. ഒരു ചെറിയ ശതമാനമായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ ഈ മതത്തെക്കുറിച്ച് ബോധോടായിട്ടുള്ള ഒരു ചെറിയ ശതമാനമായിരിക്കും. പക്ഷേ അവരുടെ ഈ വികസനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർ BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും BJPക്ക് അനുകൂലം വോട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൽ ഇടയ്ക്കിടന്ന് കളിക്കുന്ന ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതിൽ ഈ ബിഷപ്പുമാരായിരിക്കും. ആ ബിഷപ്പുമാരെ സ്വാധീനിക്കുകയാണ് ഈ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അരമനകളിൽ പോയി ഇവരെ കാണുന്നത്. പക്ഷേ പണ്ടത്തെ സാഹചര്യമല്ല. ഇപ്പോൾ ബിഷപ്പുമാർ പറഞ്ഞാൽ എത്രത്തോളം ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് സംശയമുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ പിന്നെ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്കറിയാം രാജ്യത്താണ് സംഭവിക്കുന്നതെന്ന്. അതിന് അനുകൂലമായിട്ട് അവർ നിൽക്കാൻ സാധ്യത. മാത്രമല്ല മുസ്ലിങ്ങളിൽ ഒരു ചെറിയ ശതമാനം, വളരെ ചെറിയൊരു ശതമാനം BJPക്ക് അനുകൂലമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.